പ്രിയ കലാസ്നേഹികളെ, നിങ്ങൾക്കേവർക്കും സ്നേഹവന്ദനം. ക്രിസ്തീയ ജീവിതം അനുഗ്രഹീതമാണ്. ക്രിസ്തീയ ജീവിതത്തിലെ ചെറിയ പ്രശ്നങ്ങളെ ഇവിടെ ഈ കലാകാരന്മാർ യാഥാർത്ഥ്യമാക്കുന്നു. കൊച്ചു കൊച്ചു പ്രശ്നങ്ങളെ ക്രിസ്തീയ സ്നേഹത്തിൽ പരിഹരിക്കുമ്പോൾ അത് സ്വർഗീയ സമ്പുഷ്ടമാക്കുന്നു. സെന്റ് ഗ്രിഗോറിയോസ് ഫാമിലി യൂണിറ്റിന്റെ ഈ കൊച്ചു കലാ ആവിഷ്കാരത്തെ ആസ്വദിച്ച് ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും. രചനാ സംവിധാനം ഷിബു എൽദോ. നാടകം ഭൂമിയിലെ സ്വർഗം. സമാധാനമായി. പേഷ്യൻസ് ആരും എഴുന്നേറ്റിട്ടില്ല. രാവിലെ ഇവിടെ എത്താനുള്ള ഒരു പാടേ. വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കാം. അയ്യോ, 10 മണിയായിട്ട് ഈ ഹോസ്പിറ്റലിൽ ആരെയും കാണുന്നില്ലല്ലോ. ആശുപത്രിയാണെങ്കിലും ദൈവവിചാരമുള്ള മനുഷ്യർ ഇവിടൊക്കെ ഉണ്ടെന്നാ തോന്നുന്നത്. പക്ഷേ ഈശോയുടെ ഒരു ഫോട്ടോ നേരെ വെക്കാൻ ആരുമില്ലെന്നാ തോന്നുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എല്ലാരെയും അനുഗ്രഹിക്കണമേ. രാത്രിയിൽ പറക്കുന്ന വസ്ത്രങ്ങളിൽ നിന്നും മഹാമാരിയിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കണമേ. ഹലോ ഹലോ, ആരാ ആരാ? എന്താ കൊച്ചനെ? അമ്മച്ചി ഏതാ? അമ്മച്ചിക്ക് എന്താ വേണ്ടേ? അയ്യോ മോനെ, ഞാൻ ആനിയമ്മ സിസ്റ്ററെ കാണാൻ വന്നതാ. ആനിയമ്മേ, 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 ആനിയമ്മേ. സിസ്റ്റർ മരിയ, ഈ അമ്മച്ചിക്ക് വേണ്ട എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുക. എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഓപ്പിയിൽ കുറച്ച് പേഷ്യൻസ് ഉണ്ട്. അമ്മച്ചിക്ക് എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുക. ഓക്കെ ഡോക്ടർ. നിങ്ങൾ ആരാ? ഇവിടെ കിടന്ന് ആനിയമ്മേ ആനിയമ്മേ എന്ന് വിളിച്ചു പോവാൻ ഇത് നിങ്ങളുടെ തറവാടാണോ? ആഹാ, നീ വല്ല കോലോത്തെ തമ്പ്രാട്ടിയാണോടി? നീ എന്നെ തള്ളേന്ന് വിളിക്കുന്നോ? നീ ഒരു പെണ്ണാണല്ലോടി. ദേ, ഈശോ മിശിഹായ ഇവിടെ ഇരിക്കുന്നു. അല്ലെങ്കിൽ ഞാനിത് നിന്റെ പൊള്ളക്ക് കുത്തി കയറ്റിയാന്. ശേ, ഇതെന്തൊരു കഷ്ടമാ എന്റെ ദൈവമേ. നല്ലൊരു ദിവസമായിട്ട് ഓരോന്ന് കുറ്റിയും പറിച്ചോണ്ട് വന്നോളൂ. സിസ്റ്റർ മരിയ, ഒരു 11 മണിയാകുമ്പോൾ ബെഡ് നമ്പർ 3 കിടക്കുന്ന പേഷ്യന്റിന് പനോഡോൾ 500 mg കൊടുക്കണം. കൃത്യം 11 മണിക്ക് തന്നെ കൊടുക്കണേ. ഓക്കെ ഡോക്ടർ. ആഹാ, അപ്പൊ നിനക്ക് മര്യാദക്ക് സംസാരിക്കാൻ അറിയാം ഇല്ലയോടി? ആരോടി നിനക്ക് ഈശോ മിശിയുടെ അമ്മയുടെ പേരിട്ടത്? ആട്ടെ, മാതാവിന്റെ പേരുള്ള മറിയക്കുട്ടി, നീ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചായിരുന്നോ? എന്റെ പൊന്നമ്മച്ചി, ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കാനാ? എന്തോരം തിരക്ക് പിടിച്ചാ ഇങ്ങോട്ടൊന്ന് വന്നെന്നറിയാമോ? രാവിലെ ഞാനിവിടെ എത്തണമെങ്കിലേ വെളുപ്പിനെ 5 മണിക്ക് എഴുന്നേക്കണം. അതിന്റെ ഇടയ്ക്ക് കെട്ടിയോനും മക്കൾക്കും കഴിക്കാൻ കൊടുക്കണം. അതിനിടയ്ക്ക് തുണി തേക്കണം. അതെല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴേക്കും ഒരു നേരമാകും എന്റെ അമ്മച്ചി. ഇതിനിടയ്ക്ക് പ്രാർത്ഥിക്കാൻ എപ്പോഴാ അമ്മച്ചി നേരം കിട്ടുന്നത്? അതിന്റെ കൂടെ എന്തുമാത്രം പ്രാരാബ്ദം ഉണ്ടെന്ന് അമ്മച്ചിക്ക് അറിയാവോ? എടി കൊച്ചേ, എനിക്ക് വയസ്സ് 70, എന്റെ ഭർത്താവിന് വയസ്സ് 72. ഞങ്ങൾ ഇന്നേ വരെ പ്രാർത്ഥനയും ബൈബിൾ വായനയും നിർത്തിയിട്ടേ ഇല്ല. അതുകൊണ്ട് എന്താ, കർത്താവ് പറയുന്നത് ഞാൻ ചെയ്തു. കർത്താവ് ചെയ്യേണ്ടത് കർത്താവും ചെയ്യുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ നരയ്ക്കുവോളം നിന്നെ ചുമന്നുകൊള്ളാമെന്ന്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിന്റെ മക്കളെയും അവരുടെ മക്കളെയും വരും തലമുറകളെയും കണ്ട് നിനക്ക് സമാധാനത്തോടെ മരിക്കാമെന്ന്. എന്റെ ഈ പ്രായമാകുമ്പോഴേക്കും നിനക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകണമെങ്കിൽ ദിവസവും ബൈബിള് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യണം. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. അല്ല, അതൊക്കെ പോട്ടെ, അമ്മച്ചി എന്തിനാ വന്നതെന്ന് പറഞ്ഞില്ലല്ലോ. എടി കൊച്ചേ, ആനിയമ്മ സിസ്റ്റർ ഇല്ലേ? ആനിയമ്മ സിസ്റ്റർ, അവൾ എന്റെ മരുമോളാ. ഞാൻ ഡോക്ടറെ കാണാൻ വന്നതാ. അവൾ ഇവിടെ ഉണ്ടല്ലോ. അവളെയും കൂട്ടിക്കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയി കാണാമെന്ന് വിചാരിച്ചാ ഞാൻ ഇവിടേക്ക് തന്നെ വന്നത്. ആര്യമ്മ സിസ്റ്റർ അമ്മയമ്മയായിരുന്നോ? സിസ്റ്റർ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പോയല്ലോ അമ്മച്ചി. ആട്ടെ, ഡോക്ടറെ കാണാനല്ലേ? അമ്മച്ചിയുടെ പേരെന്താ? എന്റെ പേര് മേരിക്കുട്ടി. ഡോക്ടർ ആ മുറിയിലാ ഉള്ളത്. അമ്മച്ചി വാ, ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാം. ആ ശരി എന്നാ. വാ അമ്മച്ചി, ഡോക്ടർ ദേ ഈ മുറിയിലുണ്ട്. ഇതാദ്യമേ അങ്ങ് പറഞ്ഞാ പോരായോ? അമ്മച്ചി കേറുവാ. അമ്മച്ചിക്ക് എന്നാ കുഴപ്പം? ഡോക്ടറെ, ഡോക്ടറുടെ പേരെന്താ? എന്റെ പേര് സണ്ണി. എന്താ അമ്മച്ചി? ഡോക്ടർ രാവിലെ പ്രാർത്ഥിച്ചായിരുന്നോ?
പ്രാർത്ഥനയൊക്കെ എവിടെ ഇരിക്കട്ടെ, അമ്മച്ചിയുടെ പ്രശ്നം എന്താ? എന്റെ ഡോക്ടറെ, എനിക്കില്ലാത്ത കുഴപ്പമൊന്നുമില്ല. കാലിന്റെ മുട്ടിന് വേദന, നടുവിന് വേദന, നെഞ്ചിനകത്താണെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊരു വിങ്ങല, ചെവിയാണെ ഒട്ടും കേക്കത്തില്ല. ഇതൊന്നുമല്ല മോനെ എന്റെ പ്രശ്നം. ബെന്നി ജോലി കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ ആനയും ബെന്നിയും കൂടെ മുറിക്കകത്ത് കയറിയിരുന്ന് കുനുകുനാന്നങ്ങോട്ട് വർത്തമാനം പറച്ചില്ല. അതൊന്നും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം അമ്മായിമ്മമാരുടെയും പൊതുവെ ഉള്ളൊരു പ്രശ്ന. അത് കുഴപ്പമൊന്നും ആക്കണ്ട അമ്മച്ചി. അമ്പട കള്ള സണ്ണിക്കുട്ടാ, നീ ആള് കൊള്ളാവല്ലോ. ആ ഡോക്ടറെ, അതൊക്കെ പോട്ടെ. ദേ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്ക്. സിസ്റ്റർ, ആ പ്രൊസീജിയർ റൂം ഒന്ന് റെഡിയാക്ക്. അമ്മച്ചിയുടെ കേൾവിക്കുറവ് ഞാൻ ഇപ്പൊ റെഡിയാക്കി തരാം കേട്ടോ. മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരു സുന്ദരമായ ദിനത്തിന്റെ പ്രഭാതം. ആനിയമ്മേ, ആനി പുന്നാര കുഞ്ചു, നീ എന്തെടുക്ക? ഓ, എന്താ മനുഷ്യനെ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നേ? എടി കുഞ്ചു, നീ ഇങ്ങ് വന്നേ. നിന്നെ കാണാനേ ഇല്ലല്ലോ. എപ്പോഴും പണിയാണോ നിനക്ക്? ദേ മനുഷ്യനെ, പൊന്നാരം കാണിക്കാൻ പറ്റില്ല കേട്ടോ. പൊക്കോണം. എന്റെ ജീവിതം ഈ ജോലി അടുക്കളയായിട്ട് കിടന്ന് തീരും. എടി പരാതിപ്പെട്ടി, നീ ഇങ്ങോട്ടൊന്ന് വന്നേ, ഇതൊന്ന് നോക്കിക്കേ. എന്റെ പൊന്ന് ബെന്നിച്ച, ഇതൊന്നും വേണ്ടായിരുന്നു. എന്തൊരു സ്നേഹവും നിങ്ങൾക്ക് എന്നോട്. ഇതെന്റെ മുത്തിന് വേണ്ടിട്ട് ബെനിച്ച മേടിച്ചല്ലേ. നിന്നെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയാവോ? ദേ നോക്കിക്കേ, കുപ്പിവളയുണ്ട്, കൺമഷിയുണ്ട്. എന്റെ ലൈഫ് തീർന്ന്. ഇന്ന് ഈ മനുഷ്യനെ ഞാൻ കൊല്ലും. അടങ്ങിയിരിക്കാൻ തല്ലുമല്ല, ഞാൻ നിങ്ങളെ ഇത് കൊല്ലും. നാണമില്ലേ മനുഷ്യ നിങ്ങൾക്ക്? എന്റെ ശമ്പളം മുഴുവൻ എടുത്തോണ്ട് പോയിട്ട് കരിമഷി കറുത്ത വളയും മേടിച്ചോണ്ട് വന്നിരിക്കുന്നു. എല്ലാവരും കാണും, അയൽപ്പക്കാർക്ക് കേൾക്കും. അതിന് നാട്ടുകാർക്ക് അറിയില്ലല്ലോ മനുഷ്യ ഞാൻ നിങ്ങളെ തല്ലുവാണെന്ന്. ഇടി എല്ലാ ആണുങ്ങളും ഇതുപോലെ തല്ലു മേടിക്കുന്നല്ലേ? അവർക്കൊക്കെ മനസ്സിലാവത്തില്ലേ മണ്ടൻ ഗുണാപ്പി? അവർക്ക് പോലും വിചാരിക്കും. നീ പ്ലേറ്റ് മാറ്റിക്ക്, അഭിനയിക്ക്. എന്ത്? ഇവിടെ എന്താ പ്രശ്നം? ദേ നിങ്ങളുടെ മോനോടും മരുമോളോടും ചോദിക്ക്, എന്നോടാണോ ചോദിക്കുന്നത്? എന്താണ് ഒരു പ്രശ്നം? അപ്പനല്ലേ പറഞ്ഞത് ദാമ്പത്യ ആനയാണ്, ചേനയാണ്, തേങ്ങയാണെന്നൊക്കെ. എടാ, അത് കറക്റ്റാന്ന്. എന്നിട്ട് ഇപ്പൊ ചേന മാത്രമേ ഉള്ളൂ. ചൊറിച്ചിലെടുത്തിട്ട് നിക്കാൻ മേല. ആട്ടെ, അവളൊരു നേഴ്സല്ലേ. ദാമ്പത്യം എന്ന് പറഞ്ഞാ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നീ എന്തൊക്കെ പഠിച്ചടാ? പഠിച്ചു. സാരിയുടെ ഞൊറിയിടാൻ പഠിച്ചു, നാപ്പി മാറാൻ പഠിച്ചു, മീൻ വെട്ടാൻ പഠിച്ചു, പാത്രം കഴുകാൻ പഠിച്ചു, പട്ടിയെ പോലെ പണിയെടുക്കാനും പഠിച്ചു. മക്കളെ, ഇറ്റ് ഈസ് പ്രയർ ടൈം, പ്ലീസ് കം. അയ്യോ, അവരിപ്പോ പഠിക്കാൻ പോയതേ ഉള്ളൂ. അവര് തന്നെ പ്രാർത്ഥിച്ചോളൂ അപ്പച്ച. അല്ല പിന്നെ ഒരു സ്വൈര്യവും തരത്തില്ല. 24 മണിക്കൂർ പ്രാർത്ഥിക്കുന്നു പറഞ്ഞോണ്ടിരിക്കുക. ഗുഡ് ചിൽഡ്രൻസ്, പോയി പഠിക്കടാ. വി ആർ റെഡി. പഠിക്കാൻ വിളിക്കുമ്പോ വി ആർ റെഡി ഒന്നും ഞാൻ കാണാറില്ലല്ലോ. ആനിയമ്മേ, അവർ IAS-നൊന്നും അല്ലല്ലോ പഠിക്കുന്നത്, അവർ പഠിച്ചോളും. ദേ മനുഷ്യ, നിർത്തിക്കോളണം. അല്ല, മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുക. ഞങ്ങളൊക്കെ ഞായറാഴ്ചയും ദുഃഖ വെള്ളിയാഴ്ചയാ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്കൊക്കെ എപ്പോഴും പ്രാർത്ഥനയാണോ? നേരം വെളുക്കുമ്പോ പ്രാർത്ഥന, ഉച്ചയ്ക്ക് പ്രാർത്ഥന, ഉണ്ണുമ്പോ പ്രാർത്ഥന, സ്കൂളിൽ പോകുമ്പോ പ്രാർത്ഥന. അപാരം. മോളെ, അപ്പച്ചന്റെ മുൻപിൽ ഇങ്ങനൊന്നും സംസാരിക്കരുത്, നിനക്കറിയില്ലേ?
അല്ല പിന്നെ നിങ്ങൾക്കൊക്കെ വല്ല അച്ഛനോ കന്യാസ്ത്രീയോ ഒക്കെ ആയ പോരായിരുന്നോ? അപ്പൊ പിന്നെ 24 മണിക്കൂറും പ്രാർത്ഥിക്കായിരുന്നല്ലോ. ആനിയമ്മേ മതി മതി നിർത്തിക്കേ. കഴിഞ്ഞ ഞായറാഴ്ച പിള്ളേര് കാരണം ഉണ്ടല്ലോ എല്ലാവരുടെ മുമ്പിൽ എന്റെ തൊലി ഉരിഞ്ഞു പോയി. എന്താടി തൊലി ഉരിയാൻ വല്ല പ്ലാസ്റ്റിക് വേണോ? ഇത് ഫുള്ളാ മേക്കപ്പ് അല്ലയോ? ദേ ബെന്നിച്ചായ എനിക്കെന്റെ ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. എടി ഇനി വാ, ഞാൻ നിനക്ക് ചൊറിഞ്ഞു തരാം. ദേ അച്ചായ ദേ. സ്റ്റോപ്പ് ഇറ്റ്. ഇതല്ലേ ബേബിച്ചന്റെ വീട്? എന്താ സാർ, എന്താ കാര്യം? നിങ്ങളാരാ? ഞാൻ കേണൽ ഇറ്റൂടി. ആരാണ് ഈ ബെന്നിച്ചൻ? എന്റെ മകനാണ് ബെന്നിച്ചൻ. ദാ നിൽക്കുന്നു. എന്താ ഇൻസ്പെക്ടർ പ്രശ്നം? പ്രശ്നമൊക്കെ പറയാം. ഇങ്ങോട്ട് മാറിക്കട. എന്റെ പേര് കേട്ടാൽ ഈ കേരളം കിടുകിടാന്ന് പറയ്ക്കും. എന്റെ പേര് ഇടുക്കുള, SI ഇടുക്കുള. ഇങ്ങോട്ട് മാറിക്കട. അയ്യോ എന്റെ മോനെ ഒന്നും ചെയ്യല്ലേ, ഒന്നും ചെയ്യല്ലേ അവനെ. നീ ഇടുക്കുളെ വെട്ടിച്ച് മുങ്ങി നടക്കുക അല്ലടാ. ഇടുക്കുള, നിങ്ങൾക്ക് ആള് മാറി. ഇവൻ എന്റെ കുട്ടിയാണ്, അവൻ അങ്ങനൊന്നും ചെയ്യില്ല. സാർ, ഇവർ കഴിഞ്ഞ ഞായറാഴ്ച എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടിയിട്ട് മുങ്ങിയെന്ന് സാറിന് അറിയാമോ? ഞായറാഴ്ച ആണെങ്കിൽ അവൻ MGM ഹോസ്പിറ്റലിൽ പോയിരിക്കുമായിരുന്നു. നിങ്ങൾക്ക് ആള് മാറിപ്പോയതാ. സാർ ഈ വീഡിയോ ഒന്ന് കണ്ടു. KL 29 2636 ഫോർച്യൂണർ കാർ. അത് നിന്റെ അല്ലടാ? അതെ സാർ, പക്ഷെ ഞാൻ എന്താ പറ്റിയെന്ന് എന്നോടും കൂടി ഒന്ന് പറ. എന്താ പറ്റിയത്? കഴിഞ്ഞ ദിവസം ഒബ്രോ മാളിൽ കാർ പാർക്കിംഗ് സ്ഥലത്ത് ഇവൻ റാഷ് ഡ്രൈവ് ചെയ്ത് മറ്റൊരു കാർ കൊണ്ടിടിച്ചു. ആളുകൾ കൂടി തടയാൻ ശ്രമിച്ചപ്പോ അവരെയും വണ്ടി ഇടിച്ച് കൊല്ലത്തക്ക വിധത്തിൽ ഡ്രൈവ് ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അവിടെ കൂടിയ ആളുകൾ മുഴുവൻ ഇവൻ മദ്യപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. നിങ്ങളോട് ആശുപത്രിയിലേക്കോ പള്ളിയിലേക്കോ എന്നും പറഞ്ഞു പോകുന്ന മക്കൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണ് സാർ ഇതൊക്കെ. സാർ, ഇപ്പൊ വിശ്വാസമായോ? യെസ് ഓഫീസർ, യു ക്യാൻ പ്രൊസീഡ്. മേരിക്കുട്ടി, എല്ലാം പാക്ക് ചെയ്തോളൂ. ഇനി ഒരു നിമിഷം നമുക്ക് ഇവിടെ നിൽക്കണ്ട. ഞായറാഴ്ച ഹോസ്പിറ്റലാണെന്നും പറഞ്ഞ് പോയവര് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ മുഴുവൻ ഞാൻ ഈ വീഡിയോയിൽ കണ്ടു. മതിയായി. ഇപ്പൊ നമ്മളോട് കള്ളവും പറയാൻ തുടങ്ങി മേരിക്കുട്ടി. ഇവൻ ഞങ്ങളെന്ത് തെറ്റാടാ നിന്നോട് ചെയ്തത്? മേരിക്കുട്ടി, എല്ലാം വേഗം പാക്ക് ചെയ്തോളൂ. എത്രയും പെട്ടെന്ന് പോകാം. അയ്യോ അപ്പച്ച, എന്നോട് ക്ഷമിക്കണം. ഞങ്ങളോട് ക്ഷമിക്കണം അപ്പച്ച. എന്നോട് ക്ഷമിക്കില്ലേ അപ്പച്ച? ഒരക്ഷരം വേണ്ടി പോകരുത്. നിന്നിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഈ വളർന്നു വരുന്ന കുരുന്നുകളുടെ മുന്നിൽ വെച്ചാണ് നിന്റെ ഈ കോപ്രായങ്ങളെല്ലാം കാട്ടിക്കൂട്ടുന്നത്. കുടുംബ പ്രാർത്ഥന നിർത്തി നിനക്ക് സൗകര്യമുള്ളപ്പോൾ പള്ളി പോകുന്ന മട്ടായി. നിനക്ക് പണമുണ്ട്, നല്ല ജോലിയുണ്ട്, പ്രതാപമുണ്ട്. പക്ഷേ ബൈബിൾ പറയുന്നു, നിന്റെ യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. നിനക്ക് ആരോഗ്യമുള്ളപ്പോൾ, സമ്പത്തുള്ളപ്പോൾ നീ ദൈവത്തെ ആരാധിക്കണം. മേരിക്കുട്ടി, വാ, നമുക്കിവിടുന്ന് പോകാം. അനിമ സിസ്റ്ററെ, നിങ്ങളുടെ അമ്മച്ചി ഇവിടെ ഉണ്ടോ? ഞാൻ അമ്മച്ചി ഒന്ന് കാണാൻ വന്നതാ. ആ, അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? അമ്മച്ചി ഇത് എങ്ങോട്ട് പോവാ? അമ്മച്ചി, ഒത്തിരി നന്ദിയുണ്ട് അമ്മച്ചി. കുറെ വർഷങ്ങൾക്ക് മുമ്പ് അമ്മച്ചി എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അന്ന് അമ്മച്ചി പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തു. കർത്താവ് പറഞ്ഞതും ഞാൻ ചെയ്തു. കർത്താവ് പറഞ്ഞതും എന്റെ കുടുംബത്തോട് ചെയ്തു. അല്ല, ഇതാര്? ഇടിച്ചേട്ടനോ? എന്താ ഇവിടെ നിൽക്കുന്നേ? ഇതെന്റെ കെട്ടിയോനാ കേട്ടോ. ഓ, ഇതാണോട് നീ പണ്ട് പറഞ്ഞ നിന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച അമ്മച്ചി? അമ്മച്ചി, അമ്മച്ചി ഞങ്ങളുടെ വീടൊരു സ്വർഗമാക്കി. ഒരുപാട് കഷ്ടതകളും വിഷമങ്ങളും നിറഞ്ഞ ജീവിതമായിരുന്നു ഞങ്ങളുടേത്. ഈ നിൽക്കുന്ന അമ്മച്ചിയുടെ വാക്കുകളാണ്
ഞങ്ങൾക്ക് ദൈവത്തെ കൂടുതൽ അടുത്തറിയുവാൻ കഴിഞ്ഞത്. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ സന്തോഷവും സമാധാനവും ഒരുപാട് തന്നു. ഇനിയെങ്കിലും നിങ്ങൾ അപ്പനെയും അമ്മയും അനുസരിച്ച് ജീവിക്കാൻ പഠിക്കും മക്കളെ. ഇതൊരു ബ്രദറിന്റെ വാക്കുകളാന്ന് കരുതിയാൽ മതി. അപ്പച്ച, ഇന്നു മുതൽ നമ്മുടെ ഈ വീടും സ്വർഗമാണ് അപ്പച്ച. നമുക്ക് ഈ വീടും സ്വർഗമാക്കി മാറ്റണം അപ്പച്ച. എന്നോട് ക്ഷമിക്കൂ, എന്നോട് ക്ഷമിക്കണം അപ്പച്ച. നമ്മുടെ വീടും ഒരു സ്വർഗമാക്കി മാറ്റണം അപ്പച്ച. കേട്ടില്ലേടി നമ്മുടെ മക്കള് പറയുന്നത്? ഇനി മുതൽ നമ്മുടെ വീടും സ്വർഗം തന്നെയാ, സ്വർഗം. അയ്യോ, എല്ലാവരും പോലെ അമ്മച്ചി, എന്നെ മനസ്സിലായോ? ഞാൻ ഡോക്ടർ സണ്ണി. ഈ സിസ്റ്റർ കാരണം എന്റെ ജീവിതം സ്വർഗമായി. അതിന് അമ്മച്ചോട് എനിക്കും താങ്ക്സ് പറയാനുണ്ട്. അമ്പടകളുള്ള സണ്ണിക്കുട്ട. അർത്തുങ്കലെ പള്ളിയിൽ ചെന്നിട്ട് ഈശോയെ കണ്ടിട്ടുന്നോ ശാന പാടാം. അത്രത്തോളം മക്കളാം നമ്മളെ കർത്താവ് കാക്കുവാൻ കുർബാന കൂടാം. ആത്മാവിൻ വാതിൽ തുറക്കാം, അൽത്താരയ്ക്കുള്ളിൽ സ്തുതിക്കാം, അനുതാപമുള്ളിൽ നിറയ്ക്കാം, അവിടേക്കരെല്ലാം കൊടുക്കാം. ദൈവത്തിന്റെ കുഞ്ഞാടിനോടൊത്ത്